നമസ്കാരം. KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ദിവസം ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കി പ്രതികരണം. ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമമടക്കം ചൂണ്ടിക്കാട്ടി ആന്റണി രാജു ഗണേഷിനെതിരെ പരോക്ഷമായി അതൃപ്തി പ്രകടിപ്പിച്ചു. പുതിയ ഇലക്ട്രിക് ബസ്സുകൾ തന്റെ കുഞ്ഞാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാം അച്ഛനാണോ എന്ന് അറിയില്ല. പുത്തരിക്കണ്ടത്ത് പരിപാടി നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റി. പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമില്ല. ബസ് നിരത്തിലിറങ്ങുമ്പോൾ ഒരച്ഛന്റെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് ബസ് എന്തിനാണ് ഇത്രയും വെച്ച് താമസിപ്പിച്ചതെന്ന് അറിയില്ലെന്നും ആന്റണി രാജു മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്ഘാടനത്തിന് 1 മണിക്കൂർ മുൻപാണ് ആന്റണി രാജു ബസ് സന്ദർശിച്ചത്. താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി 100 കോടി അനുവദിച്ച് കിട്ടിയതാണ് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത്. ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ എത്തി. രണ്ടാമത്തെ ആഴ്ച തന്നെ അടുത്ത ബസ്സും എത്തി. യഥാർത്ഥത്തിൽ ജനുവരിയിൽ തന്നെ ഓടിത്തുടങ്ങേണ്ടതായിരുന്നു. വണ്ടികൾ 1 മാസമായി വെറുതെ കിടക്കുകയായിരുന്നു. ഇതിലെ വെറുതെ പോയപ്പോഴാണ് 2 ബസ്സുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒതുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തരിക്കണ്ടത്ത് നയനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്നായിരുന്നു. എന്നാൽ ഇവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുത്തരിക്കണ്ടത്തിന് പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നത്. ആന്റണി രാജുവിന്റെ മണ്ഡല പരിധിക്ക് പുറത്താണ് പരിപാടി എന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന. കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയവയൊക്കെയാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപമുള്ള വലിയ ശാലയിൽ വെച്ചാണ്. അവിടെ വെച്ചൊക്കെ ചെയ്യുന്നതിന് പകരം ഒഴിഞ്ഞ മൂലയിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്നും ആന്റണി രാജു ചോദിച്ചു. KSRTC തന്റെ കൂടി കുഞ്ഞാണ്, അതുകൊണ്ട് കാണാനുള്ള കൗതുകം കൊണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഫ്ളാഗ് ഓഫ് തന്റെ മണ്ഡലത്തിന്റെ പുറത്തേക്ക് മാറിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ല. പുറത്തു വെച്ചാണെങ്കിലും തന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ബസ്സുകൾ ഓടിക്കേണ്ടിയിരുന്നതെന്നും ആന്റണി രാജു പറഞ്ഞു. മുംബൈ നഗരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള സംസ്ഥാനം കേരളമാണ്. വടക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ഡെക്കറേ ഇല്ല. ഓപ്പൺ റൂഫുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡെക്കറാണ് തിരുവനന്തപുരത്തേത്. ഇതൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിക്കാൻ സാധിച്ചു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ആന്റണി രാജു പറഞ്ഞു. ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിയ ബസ്സാണിതെല്ലാം. അത് റോഡിൽ ഇറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരച്ഛനുണ്ടാകുന്ന സന്തോഷമാണ് ഇപ്പോൾ തനിക്കെന്നും ആന്റണി രാജു പറഞ്ഞു. അതേസമയം നേരത്തെ ഈ ബസ് നഷ്ടമാണെന്ന് മന്ത്രിയെ അധികാരമേറ്റയുടൻ ഗണേഷ് കുമാർ തുറന്നടിച്ചത് വിവാദമായിരുന്നു. അന്ന് ഇതിനെതിരെ ആന്റണി രാജു രംഗത്ത് വന്നിരുന്നു. ഈ ബസ്സിന് അനുകൂല വാദം CPM അടക്കം ഉയർത്തിയതോടെ പാർട്ടി ഇടപെട്ട് ഗണേഷിനെ തിരുത്തുകയായിരുന്നു. കൂടാതെ KSRTCയിലെ അഴിമതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞതും ആന്റണി രാജുവിന് ഇഷ്ടമായിരുന്നില്ല. സ്ഥാനമേൽക്കും മുമ്പ് അഴിമതിയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇത്തരം പ്രസ്താവനകൾ ഘടകകക്ഷി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും അന്ന് ആന്റണി രാജു പറഞ്ഞിരുന്നു. വരുമാന ചോർച്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തി അടയ്ക്കണം, അല്ലാതെ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അഭിപ്രായം പറയുമ്പോൾ ഗണേഷ് കുമാർ പക്വത കാട്ടേണ്ടതായിരുന്നു. അതേ രീതിയിൽ മറുപടി പറയാൻ താൻ ഒരുങ്ങുന്നില്ല. ഗാലറിയിലിരുന്ന് കളി കാണുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും ആന്റണി രാജു മുൻപ് പറഞ്ഞിരുന്നു. 2.5 വർഷത്തെ നേട്ടങ്ങളും ആന്റണി രാജു വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഇനി വരുന്നവർക്ക് സുഖമായി ഭരിക്കാം. പെൻഷനും ശമ്പളവും കുടിശ്ശികയില്ല. ശമ്പളം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒറ്റത്തവണയാക്കിയാണ് പുതിയ മന്ത്രി മിടുക്ക് കാട്ടേണ്ടതെന്നായിരുന്നു അന്ന് ആന്റണി രാജു പറഞ്ഞത്.